2024 ഏപ്രിൽ മെയ് മാസങ്ങളിലായി ആൻഡമാനിലേക്ക് ഒരു ഫാമിലി ടൂർ പ്ലാൻ ചെയ്തു. ചെന്നൈ പോർട്ട് ബ്ലെയർ ഫ്ലൈറ്റ് ടിക്കറ്റ് ഫെയർ കുറഞ്ഞതിനാലാണ് അങ്ങനെ ഒരു ആലോചന നടത്തിയത്. സുനിൽ സാറും കുടുംബവും ഈ യാത്രയിൽ ഒപ്പമുണ്ടായിരുന്നു. 2024 ഏപ്രിൽ 29 പോയി മെയ് 6 തിരിച്ചു വരുന്ന ഒരു പ്ലാനാണ് ഞങ്ങൾ തയ്യാറാക്കിയത്. ഏപ്രിൽ 29 11:40 ഇൻ്റർസിറ്റി എക്സ്പ്രസ്സിൽ കോയമ്പത്തൂരിലേക്കും കോയമ്പത്തൂരിൽ നിന്ന് 3:15 കോയമ്പത്തൂർ ചെന്നൈ എക്സ്പ്രസ്സിൽ ചെന്നൈയിലേക്കും യാത്ര ചെയ്ത് 30 രാത്രി 2 മണിക്ക് ഞങ്ങൾ ചെന്നൈയിലെത്തി. രാവിലെ 4:50 ഇൻഡിഗോ വിമാനത്തിൽ ഞങ്ങൾ പോർട്ട് ബ്ലെയറിലേക്ക് യാത്ര തിരിച്ചു. ഏതാണ്ട് 2 മണിക്കൂറോളം യാത്ര ചെയ്ത് 6:45 ഞങ്ങൾ പോർട്ട് ബ്ലെയറിൽ എത്തി. 2023 നിർമ്മിച്ച പുതിയ മനോഹരമായൊരു എയർപോർട്ടാണ് ഈ പോർട്ട് ബ്ലെയറിലെ വീർ സവർക്കർ ഇൻ്റർനാഷണൽ എയർപോർട്ട്. 2015 ഞാൻ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ സന്ദർശിച്ചപ്പോൾ വളരെ ചെറിയ ഒരു എയർപോർട്ടായിരുന്നു ഇത്. 7:15 പോർട്ട് ബ്ലെയറിലെ താമസത്തിനായി ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്ന സണ്ണി വെയിൽ എന്ന ഹോം സ്റ്റേയിലേക്ക് ഞങ്ങൾ എത്തി. മികച്ച റൂമുകളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ടൗണിൽ തന്നെയാണ് ഈ ഹോം സ്റ്റേ ഉള്ളത്. കുറച്ച് സമയം വിശ്രമിച്ച് 10 മണിയോടുകൂടി ഞങ്ങൾ മൗണ്ട് ഹാരിയറ്റ് സന്ദർശിക്കാൻ വേണ്ടി പോയി. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ ഉയരമുള്ള ഒരു മലയാണ് ഈ മൗണ്ട് ഹാരിയറ്റ് എന്ന് പറയുന്നത്. പോർട്ട് ബ്ലെയർ നഗരത്തിൻ്റെ തീരത്തുകൂടി തന്നെയായിരുന്നു യാത്ര. 836 ദ്വീപുകളുള്ള ഒരു കേന്ദ്രഭരണ പ്രദേശമാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ. ഇതിൽ 31 ദ്വീപുകളിൽ മാത്രമേ ആൾതാമസമുള്ളൂ. ചെന്നൈയിൽ നിന്ന് 1200 കിലോമീറ്ററും കൊൽക്കത്തയിൽ നിന്ന് 1250 കിലോമീറ്ററും അകലെയാണ് പോർട്ട് ബ്ലെയർ. എന്നാൽ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലേക്ക് ഇന്തോനേഷ്യയിൽ നിന്ന് 165 കിലോമീറ്ററും മ്യാൻമാറിൽ നിന്ന് 280 കിലോമീറ്ററും തായ്ലൻഡിൽ നിന്ന് 650 കിലോമീറ്ററും മാത്രമേ ഉള്ളൂ. 8249 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾക്കുള്ളത്. 10:20 ഞങ്ങൾ ഹാഡോ ജെട്ടിക്ക് അടുത്തുള്ള ചാത്തം ജെട്ടിയിലെത്തി. ഇവിടെ നിന്ന് ജങ്കാറിൽ കയറി വേണം ഞങ്ങൾക്കും ഞങ്ങളുടെ വണ്ടിക്കും അക്കരെ എത്താൻ. അവിടെ കടലിലെ വെള്ളം വളരെ ക്ലിയറായിരുന്നു. ഈ ജങ്കാറിൽ കയറി നിന്നപ്പോൾ ഹാഡോ ജെട്ടിയിൽ കപ്പലുകൾ ഇങ്ങനെ കിടക്കുന്നത് കാണാമായിരുന്നു. അവിടെ നിന്നാണ് നാളെ ഞങ്ങൾക്ക് ഹാവ്ലോക്ക് ദ്വീപിലേക്ക് പോവേണ്ടത്. ഈ ജങ്കാർ സർവീസ് ആളുകൾക്കും വാഹനങ്ങൾക്കും അക്കരെ എത്തുന്നതിന് വേണ്ടിയിട്ടാണ് സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും 30 കിലോമീറ്റർ വളഞ്ഞു വരികയാണെങ്കിൽ ഈ യാത്ര നമുക്ക് ഒഴിവാക്കാം. പക്ഷേ സമയലാഭം ഇതായതുകൊണ്ടാണ് നാം ഈ ജങ്കാറിലെ യാത്ര തിരഞ്ഞെടുത്തത്. 10 മിനിറ്റ് കൊണ്ട് ഞങ്ങൾ അക്കരെയുള്ള ബാംബു ഫ്ലാറ്റ് ജെട്ടിയിലെത്തി. അവിടെ നിന്ന് ഞങ്ങൾ വണ്ടി ഇറക്കി ഞങ്ങൾ അവിടെ നിന്ന് മൗണ്ട് ഹാരിയറ്റിലേക്കുള്ള യാത്ര തുടർന്നു. ബാംബു ഫ്ലാറ്റിൽ നിന്ന് മൗണ്ട് ഹാരിയറ്റിലേക്കുള്ള നമ്മുടെ യാത്രയും തീരത്തുകൂടി തന്നെയാണ്. നമ്മുടെ വലതു ഭാഗത്ത് കടൽ നമുക്ക് കാണാം. മുന്നിൽ നമുക്ക് കയറാനുള്ള മലകളും കാണാമായിരുന്നു. ഈ മൗണ്ട് ഹാരിയറ്റിലേക്ക് പോകും വഴി നമുക്ക് ആദ്യം കാണാനുള്ളത് പഴയ 20 രൂപ നോട്ടിൻ്റെ പിൻഭാഗത്തുള്ള ചിത്രം എടുത്ത ഒരു വ്യൂ പോയിൻ്റാണ്. അവിടെ നിന്നാൽ നോർത്ത് ബേ ബീച്ചും ലൈറ്റ് ഹൗസും പവിഴപ്പുറ്റുകൾ നിറഞ്ഞ കടലും കാണാമായിരുന്നു. വളരെ മനോഹരമായൊരു വ്യൂ പോയിൻ്റ് തന്നെയാണ്. തന്നെയല്ല, ഈ 20 രൂപയുടെ പിറകിലുള്ള ചിത്രം എന്ന പേരിലുള്ള ഖ്യാതിയും വളരെ ശ്രദ്ധേയമായിരുന്നു. മൗണ്ട് മണിപ്പൂർ നാഷണൽ പാർക്കിൻ്റെ ഉള്ളിലാണ് ഈ കയറാനുള്ള മല. മൗണ്ട് ഹാരിയറ്റിൻ്റെ പേര് മാറ്റിയാണ് മൗണ്ട് മണിപ്പൂർ എന്നാക്കിയത്. ഈ നാഷണൽ പാർക്ക് പക്ഷി നിരീക്ഷകരുടെ ഒരു ഇഷ്ട താവളമാണ്. കാട്ടുപന്നികളല്ലാതെ മറ്റു വന്യമൃഗങ്ങൾ ഒന്നുമില്ലാത്ത ഒരു വനമാണ് ഇത്. കാട്ടുപന്നികൾക്ക് പുറമെ പാമ്പും പക്ഷികളും മാത്രമാണ് ഈ പാർക്കിൽ ഉള്ളത്. പാർക്കിങ്ങിൽ വണ്ടി നിർത്തി ഞങ്ങൾ മൗണ്ട് ഹാരിയറ്റിലേക്ക് നടന്നു. ഒരു 200 മീറ്റർ നടന്ന് ഞങ്ങൾ ഈ മൗണ്ട് ഹാരിയറ്റിൻ്റെ മുകളിലെത്തി. സമീപ പ്രദേശങ്ങളുടെയെല്ലാം ഒരു ആകാശ കാഴ്ച ലഭിക്കുന്ന സ്ഥലമാണ് ഇത്. നോർത്ത് ബേ ബീച്ചും ആ പ്രദേശങ്ങളുടെയൊക്കെ മനോഹരമായൊരു കാഴ്ച ഇവിടെ നിന്നാൽ നമുക്ക് ലഭിക്കുമായിരുന്നു. ഇവിടെ ഒരു വ്യൂ പോയിൻറ്റും ഒരു പാർക്കും ഒക്കെ സജ്ജീകരിച്ചിട്ടുണ്ട്.
ഇവിടെ എടുത്തു പറയേണ്ട ഒരു നിർമ്മിതി എന്ന് പറയുന്നത് നിക്കോബാറി കുടിലാണ്. ഒരു പ്രത്യേകതരം നിർമ്മാണമാണ് അവിടെ അവലംബിച്ചിരിക്കുന്നത്. അവിടെ ഈ മൗണ്ട് ഹാരിയറ്റിൻ്റെ മറുഭാഗത്തുള്ള ഒരു വ്യൂ പോയിന്റ് കൂടി സന്ദർശിച്ച് അവിടെ നിന്നുള്ള കാഴ്ചകളും കണ്ട് ഞങ്ങൾ തിരിച്ച് പാർക്കിങ്ങിലേക്ക് നടന്നു. ഇനി നമ്മൾ വനത്തിലൂടെ കയറിയ ഇറക്കങ്ങളൊക്കെ ഇറങ്ങി ബാംബു ഫ്ലാറ്റിലേക്കുള്ള മടക്കയാത്രയാണ്. തിരിച്ചും ഈ ബാംബു ഫ്ലാറ്റിൽ നിന്ന് ജങ്കാറിൽ കയറിയാണ് ചാത്തം ജെട്ടിയിലേക്ക് യാത്ര ചെയ്തത്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോർട്ട് ബെയറിലേക്ക് മടങ്ങിയെത്തി. ഉച്ചഭക്ഷണത്തിന് ശേഷം ഞങ്ങൾ സെല്ലുലാർ ജയിൽ കാണുന്നതിന് വേണ്ടി നീങ്ങി. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലേക്കുള്ള പ്രവേശന കവാടമാണ് പോർട്ട് ബ്ലെയർ എന്ന നഗരം. 1889 ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ ഒരു ബ്രിട്ടീഷ് കോളനി ഉണ്ടാക്കാൻ ശ്രമിച്ച ലഫ്റ്റനന്റ് ആർച്ചിബാൾഡ് ബ്ലെയറിൻ്റെ പേരിലാണ് ഈ നഗരം അറിയപ്പെടുന്നത്. വിമാന നാവിക മാർഗം ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലേക്കുള്ള പ്രവേശന കവാടമാണ് ഈ നഗരം. ഇവിടുത്തെ തദ്ദേശവാസികൾ ആൻഡമാനീസ് എന്ന പേരുള്ള ഒരു ആദിവാസി ഗ്രൂപ്പായിരുന്നു. 39,000 വർഷം മുമ്പ് മിഡിൽ പാലിയോലിത്തിക് കാലഘട്ടത്തിൽ ഒറ്റപ്പെട്ടുപോയ ആളുകളുടെ സമൂഹങ്ങളാണ് ഇവിടെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ ഗോത്രവർഗ്ഗക്കാർ അല്ലെങ്കിൽ തദ്ദേശവാസികളായിട്ട് ഉള്ളത്. ആർക്കിയോളജിക്കൽ എവിഡൻസ് പ്രകാരം 2200 വർഷം പഴക്കം ഇവിടുത്തെ മനുഷ്യവാസത്തിന് ഉണ്ട്. 11-ാം നൂറ്റാണ്ടിൽ ചോള രാജാക്കന്മാർ തെക്ക് കിഴക്ക് ഏഷ്യയിലേക്ക് സാമ്രാജ്യം വ്യാപിപ്പിച്ചപ്പോൾ ആൻഡമാൻ നിക്കോബാർ ദ്വീപ് അവരുടെ ഒരു നാവിക താവളമായിരുന്നു. 1:45 ഞങ്ങൾ സെല്ലുലാർ ജയിലിലെത്തി. മുന്നിൽ നിന്ന് കുറച്ച് ഫോട്ടോകളൊക്കെ എടുത്ത് ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ ഉള്ളിലേക്ക് പ്രവേശിച്ചു. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ബ്രിട്ടീഷുകാർ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലേക്ക് കുറ്റവാളികളെയും രാഷ്ട്രീയ തടവുകാരെയും നാടുകടത്താൻ തുടങ്ങിയിരുന്നു. ആദ്യം ഒരു തടങ്കൽ കോളനിയായിട്ടാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപ് പ്ലാൻ ചെയ്തത്. ഈ കോളനിയിൽ കുറ്റകൃത്യങ്ങൾ കൂടിയപ്പോഴാണ് ഈ ജയിൽ പണിയുന്നത്. 1896-നും 1906-നും ഇടയിലാണ് ഈ ജയിൽ നിർമ്മിക്കുന്നത്. 18-നും 40-നും ഇടയിൽ പ്രായമുള്ള തടവുകാരെയാണ് ഈ ജയിലിൽ പാർപ്പിച്ചിരുന്നത്. ശിക്ഷാ കാലാവധി പൂർത്തിയാകുമ്പോൾ അവരെ ആൻഡമാനിൽ പുനരധിവസിപ്പിച്ച് കോളനി വികസിപ്പിക്കുക എന്നതായിരുന്നു ഇതിൻ്റെ ഒരു ലക്ഷ്യം. ഒരു നിരീക്ഷണ ഗോപുരത്തെ കേന്ദ്രമാക്കി 7 കൈകളുള്ള ഒരു സ്റ്റാർ ഫിഷിൻ്റെ രൂപത്തിലായിരുന്നു 3 നിലകളുള്ള ഈ ജയിലിൻ്റെ നിർമ്മാണം. പുതുതായി വന്നെത്തുന്ന തടവുകാരെ മെരുക്കിയെടുക്കുന്നതിനുള്ള ഏകാന്ത തടവറകളായിരുന്നു ഈ ജയിലിൽ പണിതത്. ഈ ജയിലിൻ്റെ നിർമ്മാണത്തിനായുള്ള സാമഗ്രികളൊക്കെ ബർമയിൽ നിന്നാണ് കൊണ്ടുവന്നത്. ഏതാണ്ട് 600ഓളം ഏകാന്ത തടവറകളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. തടവുകാരോടുള്ള അധികാരികളുടെ ക്രൂരത ജയിലിനെ കുപ്രസിദ്ധമാക്കുകയും കാലാപാനി എന്ന പേര് ലഭിക്കുകയും ചെയ്തു. ഇവിടുത്തെ ക്രൂരതകൾ പുറംലോകം അറിഞ്ഞതോടെ 1921-22 ഈ ജയിൽ അടച്ചുപൂട്ടാൻ തീരുമാനിച്ചെങ്കിലും തടവുകാരെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന് പുനരധിവസിപ്പിക്കുക എളുപ്പമല്ലാതിരുന്നതിനാൽ അത് നീണ്ടുപോയി. പിന്നീട് 1932 വീണ്ടും ജയിലിലേക്ക് തടവുകാരെ എത്തിച്ചു തുടങ്ങിയെങ്കിലും ഇവിടുത്തെ ജീവിതം ദുരന്തപൂർണ്ണം തന്നെയായിരുന്നു. 1939 രണ്ടാം ലോകമഹായുദ്ധം തുടങ്ങിയപ്പോൾ തടവുകാരെ ഇന്ത്യൻ ജയിലുകളിലേക്ക് മാറ്റി. ജപ്പാൻ സൈന്യം ഇവിടെ എത്തുമ്പോൾ ഈ ജയിൽ ശൂന്യമായിരുന്നു. ഇവിടുത്തെ നീണ്ട ഇടനാഴികളിലൂടെ നടക്കുമ്പോൾ പീഡനങ്ങളേറ്റ് തളർന്ന തടവുകാരുടെ നിശ്വാസം നമുക്ക് കേൾക്കാമായിരുന്നു. വധശിക്ഷ നടപ്പാക്കുന്ന സ്ഥലവും പീഡന കേന്ദ്രവും ഒക്കെ നമുക്ക് ഒരു ഞെട്ടലോടെ മാത്രമേ കാണാനാവുമായിരുന്നുള്ളൂ. അവിടുത്തെ മ്യൂസിയത്തിൽ ഇവിടെ കഴിയേണ്ടി വന്ന രാഷ്ട്രീയ തടവുകാരുടെ ചിത്രങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു. ബഹുഭൂരിപക്ഷവും ബംഗാളിൽ നിന്നുള്ള തടവുകാരായിരുന്നു. ഇവിടെ ഉണ്ടായിരുന്ന 7 വിങ്ങുകളിൽ 2.5 വിങ്ങുകൾ മാത്രമാണ് ഇപ്പോൾ അവശേഷിക്കുന്നത്. ബാക്കിയുള്ളവയൊക്കെ 1960-ൽ ആൻഡമാൻ അഡ്മിനിസ്ട്രേഷൻ പൊളിച്ചു നീക്കുകയാണ് ചെയ്തത്. 2:50 ഞങ്ങൾ ജയിലിൽ നിന്നിറങ്ങി. 3:15 ഞങ്ങൾ തിരിച്ച് ഹോട്ടലിലെത്തി യാത്രയുടെ ക്ഷീണം തീർക്കുന്നതിന് കിടന്നുറങ്ങി. മെയ് 1-ാം തീയതി ആൻഡമാനിലെ ഞങ്ങളുടെ 2ാം ദിവസം. ഇന്ന് ഞങ്ങൾ ഹാവ്ലോക്ക് ദ്വീപിലേക്ക് പോകുന്നു. 6:30 ഉള്ള ഒരു കറ്റമരാനിലാണ് യാത്ര ബുക്ക് ചെയ്തിരിക്കുന്നത്. 5:15 ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി. 5:30 ഹാഡോ ജെട്ടിയിലെത്തി. എയർപോർട്ടിലേതിന് സമാനമായ ഒരു ചെക്ക് ഇൻ നടപടിക്രമങ്ങളാണ് അവിടെ ഉള്ളത്.
6:30 ഞങ്ങൾ ഗ്രീൻ ഓഷൻ 2 എന്ന ഷിപ്പിൽ യാത്ര തിരിച്ചു. ദ്വീപുകളും കടലുകളും കണ്ടുകൊണ്ടുള്ള ഒരു യാത്ര. കാഴ്ചകളുടെ ആവർത്തന വിരസത കാരണം യാത്ര തുടങ്ങി ഒരു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ നമുക്കൊരു മടുപ്പ് അനുഭവപ്പെടാൻ തുടങ്ങി. 9 മണിക്ക് ഞങ്ങൾ ഹാവ്ലോക്ക് ദ്വീപിലെത്തി. ഈ ഹാവ്ലോക്ക് ജെട്ടിയിൽ നിന്നുള്ള കാഴ്ചകൾ തന്നെ വളരെ മനോഹരമായിരുന്നു. അവിടെയുള്ള മാൻഗ്രൂവ് മരങ്ങൾ അതിങ്ങനെ തീരത്തേക്ക് ഇറങ്ങി നിൽക്കുന്നത് കാണുന്ന ഒരു ഭംഗിയുള്ള കാഴ്ച തന്നെയായിരുന്നു. ഒരു ടാക്സിയിൽ ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്ന ഹോട്ടൽ ഹെവൻ ഗാർഡനിലേക്ക് എത്തി. അത് ഈ ജെട്ടിയുടെ തൊട്ടടുത്ത് തന്നെയാണ്. ഒരു 200 മീറ്റർ അകലെയാണ് ഈ ഹോട്ടൽ. കുറച്ച് സമയം വിശ്രമിച്ച് 11:15 ഞങ്ങൾ കാഴ്ചകൾ കാണുന്നതിന് വേണ്ടി ഇറങ്ങി. 2015 ഇവിടെ ഞാൻ വന്നിരുന്നു. അതിൽ നിന്ന് ദ്വീപ് വല്ലാതെ വികസിച്ചിരിക്കുന്നു. ധാരാളം ഹോട്ടലുകൾ, നല്ല റോഡ്, ധാരാളം വണ്ടികൾ, അങ്ങനെ വളരെ തിരക്കുള്ള ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ട് ഈ ദ്വീപ് മാറിയിരിക്കുന്നു. 2018 വരെ ഈ ദ്വീപ് ഹാവ്ലോക്ക് ദ്വീപ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പിന്നീട് ഇതിൻ്റെ പേര് സ്വരാജ് ദ്വീപ് എന്നാക്കി മാറ്റി. എങ്കിലും ഇന്ന് ഈ 2 പേരുകൾ ഉപയോഗിക്കുന്നുണ്ട്. പോർട്ട് ബ്ലെയറിൽ നിന്ന് 41 കിലോമീറ്റർ അകലെയാണ് ഈ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. ബ്രിട്ടീഷ് ജനറലായിരുന്ന സർ ഹെൻറി ഹാവ്ലോക്കിൻ്റെ പേരിലാണ് ദ്വീപ് അറിയപ്പെട്ടിരുന്നത്. 1943 ഡിസംബർ 30 പോർട്ട് ബ്ലെയറിൽ ദേശീയ പതാക ഉയർത്തിയ സുഭാഷ് ചന്ദ്രബോസ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ സ്വാതന്ത്ര്യം നേടിയതായി പ്രഖ്യാപിച്ചതിൻ്റെ ഓർമ്മയ്ക്കാണ് സ്വരാജ് ദ്വീപ് എന്ന പേര് നൽകിയത്. ഇന്ത്യയിൽ ആദ്യം സ്വതന്ത്രമായ പ്രദേശം എന്ന അർത്ഥത്തിലാണ് അത്. ഇന്ന് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് സ്ഥലങ്ങളിലൊന്നായി ഈ ദ്വീപ് മാറിയിരിക്കുന്നു. ഈ ദ്വീപിൽ ഏതാണ്ട് 6351 ആളുകൾ താമസിക്കുന്നുണ്ട്. ഞങ്ങൾ ആദ്യം കാലാപത്തർ ബീച്ചിലേക്കാണ് എത്തിയത്. അതിമനോഹരമായൊരു ബീച്ചാണത്. ഒരു പ്രത്യേക നീല നിറത്തിലുള്ള ഈ വെള്ളം ആണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണം. നാമമാത്രമായ തിരകൾ മാത്രമേ ഉള്ളൂ. നിബിഡ വനത്തോട് ചേർന്ന പ്രദേശമാണ് ഇത് എന്നത് ഈ ബീച്ചിൻ്റെ ഭംഗി വർദ്ധിപ്പിക്കുന്നു. ധാരാളം ആളുകൾ കടലിലിറങ്ങി കുളിക്കുന്നുണ്ടെങ്കിലും ഇതൊരു സ്വിമ്മിംഗ് ബീച്ച് അല്ല. കാരണം പാറക്കെട്ടുകൾ നിറഞ്ഞ ഒരു ബീച്ചാണ് ഇത്. കറുത്ത പാറകളുള്ള ബീച്ച് എന്ന നിലയിലാണ് ഇതിന് കാലാപത്തർ ബീച്ച് എന്ന പേര് വന്നത്. വെള്ളി നിറത്തിലുള്ള മണലും തിളക്കമുള്ള ഈ നീല നിറത്തിലുള്ള കടലും ചേർന്നുള്ള കാഴ്ച ഈ യാത്രയിലെ തന്നെ ഏറ്റവും മനോഹരമായ ഒന്നായിരുന്നു. ഞങ്ങളും ഏതാണ്ട് 1 മണിക്കൂറോളം കടലിലിറങ്ങി കുളിച്ചു. ഞാൻ പൊതുവെ കടലിലിറങ്ങി കുളിക്കാറില്ലെങ്കിലും ഈ മനോഹര തീരത്ത് ആ പതിവ് തെറ്റിച്ചു. അവിടെയുള്ള ഒരു കടയിൽ നിന്ന് കരിക്കുവെള്ളമൊക്കെ കുടിച്ച് 1 മണി കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ രാധാനഗർ ബീച്ചിലേക്ക് യാത്ര തിരിച്ചു. ഇവിടെ ഗോവിന്ദനഗർ എന്ന ഒരൊറ്റ ടൗൺ മാത്രമേ ഉള്ളൂ. എല്ലാ സാധനങ്ങളും വാങ്ങുന്നതിന് ഇവിടെ വരണം. ഇവിടെയാവട്ടെ സാധനങ്ങൾക്കൊക്കെ തീ പിടിച്ച വിലയാണ്. അതിനുള്ള കാരണം എല്ലാ സാധനങ്ങളും കപ്പൽ മാർഗം പോർട്ട് ബ്ലെയറിൽ നിന്ന് ഇവിടെ എത്തണം. അതുകൊണ്ടാണത്രേ. ഹാവ്ലോക്കിൽ വാഹനങ്ങൾ കുറവായതിനാൽ ഇവിടെ ടാക്സിക്കാർ ഒരു ദിവസം ചുരുങ്ങിയത് 3 ടീമുകളെയെങ്കിലും യാത്രയ്ക്കായി എടുക്കും. ഓരോ ടീമിനെയും ഓരോ ലൊക്കേഷനിലാക്കിയതിന് ശേഷം അടുത്ത ടീമിനെ എടുക്കും. അങ്ങനെ ഒരു ഏർപ്പാടാണ് ഇവിടെയുള്ളത്. അതിനാൽ ഞങ്ങൾ രാധാനഗർ ബീച്ചിൽ 5 മണി വരെ നിൽക്കാൻ നിർബന്ധിതരായി. ഞങ്ങൾ പാർക്കിങ്ങിലെത്തി ഉച്ചഭക്ഷണം കഴിച്ച് 2:15 ബീച്ചിലേക്ക് ഇറങ്ങി. ഈ ബീച്ചും നിബിഡ വനത്തോട് ചേർന്ന ഒരു സ്ഥലമാണ്. 2004 ഏഷ്യയിലെ ഏറ്റവും മികച്ച ബീച്ചായി തെരഞ്ഞെടുക്കപ്പെട്ട ഒന്നാണ് ഇത്. 2020 ബ്ലൂ ഫ്ലാഗ് ബീച്ച് ആയും തെരഞ്ഞെടുക്കപ്പെട്ടു. വളരെ നീളമുള്ള ഒരു ബീച്ചാണ്. സൺസെറ്റ് കാണുന്നതിനുള്ള ഒരു ബീച്ചായിട്ടാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. വെള്ളത്തിൻ്റെ നിറം കാലാപത്തർ ബീച്ചിൻ്റെ അത്ര മികച്ചതല്ല, പക്ഷെ വളരെ മികച്ച ഒരു സ്വിമ്മിംഗ് ബീച്ചാണ് ഇത്. വളരെ വലിയ തിരകളുള്ള ഒരു ബീച്ചായതിനാൽ കടലിൽ കുളി കുറച്ചുകൂടി ആഘോഷമാവും. ആഴം കുറവായതിനാൽ കടലിലേക്ക് എത്ര ദൂരം വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ ഇറങ്ങി നടന്നു പോകാം. ഇവിടെ വിശ്രമിക്കുന്നതിന് തീരത്ത് ധാരാളം ഹട്ടുകൾ നിർമ്മിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വലിയ മരത്തണലിൽ ധാരാളം ഇരിപ്പിടങ്ങളും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരുക്കിയിട്ടുണ്ട്. 5 മണിയോടെ ഞങ്ങൾ തിരിച്ച് പോന്നു. 5:15 ഞങ്ങൾ ഹോട്ടലിൽ എത്തിയപ്പോഴേക്കും ഇരുട്ട് വീണിരുന്നു. ഇന്ത്യയുടെ മെയിൻലാൻഡുമായി ഏതാണ്ട് 1.5 മണിക്കൂർ വ്യത്യാസം സൂര്യോദയത്തിലും സൂര്യാസ്തമയത്തിലും ഉണ്ട്. ഹോട്ടലിൽ നിന്ന് ഞാനും സുനിൽ സാറും
ഹാവ്ലോക്ക് ജെട്ടിയുടെ ഭാഗത്തേക്ക് റെസ്റ്റോറൻറ്റുകൾ അന്വേഷിച്ച് നടന്നു. പ്രധാന ജെട്ടിയുടെ അടുത്തുള്ള ഒരു ലോക്കൽ ജെട്ടിയിലേക്കാണ് ഞങ്ങൾ നടന്നെത്തിയത്. ദ്വീപിലേക്ക് ആവശ്യമായ സാധനങ്ങൾ കൊണ്ടുവരുന്നതിനും ജെറ്റ്സ്കി നടത്തുന്നതിനും അതുപോലെ തന്നെ ഇവിടുത്തെ മറ്റൊരു പ്രധാനപ്പെട്ട ബീച്ചായ എലിഫന്റ് ബീച്ചിലേക്കുള്ള ബോട്ടുകൾ പോകുന്നതും ഇവിടെ നിന്നാണ്. ഹാവ്ലോക്ക് ദ്വീപിലെ ഒരു പ്രധാന അണ്ടർ വാട്ടർ ആക്ടിവിറ്റികൾക്കുള്ള ഒരു സ്ഥലമാണ് എലിഫന്റ് ബീച്ച്. ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകുന്നില്ല. ലക്ഷ്യം നടക്കാതെ ഞങ്ങൾ തിരിച്ച് ഹോട്ടലിലേക്ക് പോന്നു. മെയ് 2-ാം തീയതി, ആൻഡമാനിലെ ഞങ്ങളുടെ 3-ാം ദിവസം. ഇന്ന് ഞങ്ങൾ രാവിലെ ഹാവ്ലോക്കിലെ ഗോവിന്ദനഗർ ബീച്ച് കണ്ട് കറ്റമറാനിൽ കയറി നീൽ ഐലൻഡിലേക്ക് പോകും. രാവിലെ 5:45 ഞാനും സുനിൽ സാറും ഹോട്ടലിന് തൊട്ടടുത്തുള്ള ഗോവിന്ദനഗർ ബീച്ച് കാണുന്നതിന് വേണ്ടി ഇറങ്ങി. 2 മിനിറ്റ് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. സ്കൂബ ഡൈവിങ്ങിനുള്ള ഒരു സ്ഥലമാണ് ഇത്. നീമോ ബീച്ച് എന്ന പേരിലും ഇത് അറിയപ്പെടുന്നു. ബീച്ചെന്ന് പറയാൻ മാത്രമൊന്നും ഇവിടെ ഇല്ല. കണ്ടൽ കാടുകൾക്കിടയിലും മറ്റുമായി കിടക്കുന്ന പവിഴപ്പുറ്റ് കല്ലുകൾക്കിടയിലൂടെ നടക്കാം. ധാരാളം മീനുകളും ചിപ്പികളും ഒക്കെ കാണാം. വെള്ളത്തിൽ സ്റ്റിക്കോഡാക്ടൈല എന്ന ഒരു ജീവിയെ ഞങ്ങൾ കണ്ടു. കണ്ടാൽ പായൽ പോലെ തോന്നുന്ന ഒരു ജീവി. കുറച്ചുകൂടി നടന്നു ചെന്നപ്പോഴാണ് ജെല്ലി ഫിഷുകൾ നീന്തി നടക്കുന്നത് കണ്ടത്. കൗതുകത്തോടെ അത് കുറച്ച് സമയം ഞങ്ങൾ കണ്ടു നിന്നു. പവിഴപ്പുറ്റുകൾക്കിടയിലൂടെ നടക്കുന്നത് ബുദ്ധിമുട്ടായതിനാൽ ഞങ്ങൾ കണ്ടൽ കാടുകൾക്കിടയിലിരുന്ന് ഫോട്ടോ എടുത്ത് തിരിച്ചു നടന്നു. അപ്പോഴാണ് സ്കൂബ ഗൈഡുകളായ മലയാളികളെ കണ്ടത്. അവർ പകുതി ചാർജിന് സ്കൂബ അറേഞ്ച് ചെയ്തു തരാമെന്ന് പറഞ്ഞതനുസരിച്ച് സുനിൽ സാറും കുടുംബവും സ്കൂബ ഡൈവിങ്ങിന് വേണ്ടി ഇറങ്ങി. ഞങ്ങൾ തീരത്തു കൂടി നടന്ന് കാഴ്ചകൾ പോരാത്തത് കണ്ടു. നീൽ ഐലൻഡിലേക്കുള്ള ഷിപ്പ് 9:30 ആയതിനാൽ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് 8:45 ജെട്ടിയിലേക്ക് നീങ്ങി. 9:30 കപ്പലെത്തി. ഇന്ന് ഞങ്ങൾ നൗട്ടിക എന്ന കറ്റമരാനിലാണ് യാത്ര. ഹാവ്ലോക്ക് ഐലൻഡിൻ്റെ ഓരം ചേർന്നാണ് ഈ 40 മിനിറ്റ് യാത്ര. റിച്ചീസ് ആർച്ചി പെലഗോ എന്ന് പറഞ്ഞാൽ റിച്ചിയുടെ ദ്വീപ് സമൂഹത്തിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപുകളാണ് ഈ ഹാവ്ലോക്കും നീൽ ഐലൻഡും. 10:10 ഞങ്ങൾ നീൽ ഐലൻഡിലെത്തി. വളരെ നീളമുള്ള ഈ ജെട്ടിയിലൂടെ നടന്ന് കരയിലെത്തുവോളം മനോഹരമായ കടൽ തീരം നമ്മുടെ ഇരുപുറവും കാണാമായിരുന്നു. ഇടതുഭാഗത്ത് കാണുന്നതാണ് ഭരത്പൂർ ബീച്ച്. ഈ ദ്വീപിലെ ഏറ്റവും മനോഹരമായ ബീച്ചാണ് അത്. കാല പത്തർ ബീച്ചിലേതുപോലെ ഉള്ള ഷാലോ വാട്ടർ ബീച്ചാണ് ഇത്. ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്ന മേഘ റിസോർട്ടിൽ ഞങ്ങൾ 10:30 എത്തി. ഇത് ഭരത്പൂർ ബീച്ചിൽ നിന്ന് ഏതാണ്ട് 150 മീറ്റർ അടുത്താണ്. ബീച്ചിലേക്ക് ഇറങ്ങുന്നതിനുള്ള സൗകര്യാർത്ഥമാണ് ഈ താമസ സ്ഥലം ഞങ്ങൾ തിരഞ്ഞെടുത്തത്. കുറച്ച് സമയം വിശ്രമിച്ച് ഞങ്ങൾ 11:45 കാഴ്ചകൾ കാണുന്നതിന് വേണ്ടി ഇറങ്ങി. ഇവിടെ നീൽകേന്ദ്ര എന്ന ഒരു ചെറിയ ടൗൺ മാത്രമേ ഉള്ളൂ. വളരെ ചെറിയൊരു ദ്വീപ് ആയതിനാലാണത്. എല്ലാ അവശ്യ വസ്തുക്കളും കിട്ടുന്ന ഒരു മാർക്കറ്റാണ് ഈ നീൽകേന്ദ്ര എന്ന് പറയുന്നത്. ബ്രിട്ടീഷ് ബ്രിഗേഡിയർ ജനറലായിരുന്ന ജെയിംസ് നീലിൻ്റെ പേരിലാണ് ഈ ദ്വീപ് അറിയപ്പെടുന്നത്. അദ്ദേഹം 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഇന്ത്യൻ ചെറുത്തുനിൽപ്പിനെ നേരിട്ടതിൻ്റെ ബഹുമതിയായിട്ടാണ് ഈ ദ്വീപിന് ബ്രിട്ടീഷുകാർ അദ്ദേഹത്തിൻ്റെ പേര് നൽകിയത്. 2018 ഇതിൻ്റെ പേര് ഷഹീദ് ദ്വീപ് എന്നാക്കി മാറ്റി. നേതാജി സുഭാഷ് ചന്ദ്രബോസ് 1943 ഡിസംബറിൽ പോർട്ട് ബ്ലെയറിൽ ദേശീയ പതാക ഉയർത്തിയപ്പോൾ ദ്വീപ് സമൂഹത്തിൻ്റെ പേര് ആൻഡമാൻ നിക്കോബാർ എന്നതിനു പകരം ഷഹീദ് ആൻഡ് നിക്കോബാർ ദ്വീപുകൾ എന്നാക്കി മാറ്റിയിരുന്നു. അതിൻ്റെ ധീരമായ ഓർമ്മ ഉണർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ദ്വീപിന് ഈ പേര് നൽകിയത്. ഞങ്ങൾ ആദ്യം പോയത് ലക്ഷ്മൺപൂർ 2 എന്ന ബീച്ചിലേക്കാണ്. വണ്ടി നിർത്തി ഒരു 300 മീറ്റർ നടക്കുവാനുണ്ട്. ടൈല് പാകി വൃത്തിയാക്കിയ ഈ നടപ്പുവഴിയിലൂടെ നടക്കുമ്പോൾ ധാരാളം കടകൾ ടൂറിസ്റ്റുകളെ കണക്കാക്കി ഇരുഭാഗത്തായി നിർമ്മിച്ചിരിക്കുന്നു. ഞങ്ങൾ കടലിലേക്ക് ഇറങ്ങി. ഇപ്പോൾ വേലിയിറക്ക സമയമാണ്. കല്ലുകൾ നിറഞ്ഞ തീരം നമുക്ക് കാണാം. ഇവിടെ ബീച്ച് എന്ന് പറയാൻ മാത്രം ഒന്നുമില്ല. ജീനോസിൻ്റെ എക്സ്പീരിയൻസ് അനുസരിച്ച് ഞങ്ങളൊരു ഗൈഡിൻ്റെ സഹായം തേടി. അദ്ദേഹം ഞങ്ങളെ ഈ കല്ലുകൾക്കിടയിലൂടെ മുന്നോട്ട് നയിച്ചു. ഇവിടുത്തെ പ്രധാന ആകർഷണം ഒരു നാച്ചുറൽ ബ്രിഡ്ജാണ്. തിരയടിച്ച് രൂപപ്പെട്ട ഒരു ആർച്ച് ആണിത്. ഹൗറ നാച്ചുറൽ ബ്രിഡ്ജ് എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്.
ഈ ദ്വീപിലെ ഏറ്റവും പ്രധാന ആകർഷണമാണ് ഈ നാച്ചുറൽ ബ്രിഡ്ജ്. അതിൻ്റെ അടുത്ത് നിന്ന് ഞങ്ങൾ കുറേ ഫോട്ടോകളെടുത്തു. തീരത്തോട് ചേർന്ന് നീന്തി തുടിക്കുന്ന മീനുകളെയും കുറെ ഏറെ തരം പവിഴപ്പുറ്റുകളെയും കണ്ടപ്പോഴേക്കും വേലിയേറ്റ സമയമായി. നോക്കി നിൽക്കുമ്പോൾ കടൽ കയറി കയറി വന്നു. ഞങ്ങൾ കാഴ്ചകൾ അവസാനിപ്പിച്ച് തിരിച്ച് ഹോട്ടലിലേക്ക് പോന്നു. ഉച്ചഭക്ഷണം കഴിച്ച് ഞങ്ങളൊരു 2:45 കൂടി ഭരത്പൂർ ബീച്ചിലേക്ക് ഇറങ്ങി. അതിമനോഹരമായ ഈ ബീച്ചിലെ കുളി ഒരു പ്രത്യേക അനുഭവം തന്നെയായിരുന്നു. ഒരു ചെറിയ ചൂടുവെള്ളമായിരുന്നു ഈ ബീച്ചിലുള്ളത്. നേർത്ത മണൽ നിറഞ്ഞ ഈ ബീച്ചിൽ നമുക്കൊരു 500 മീറ്ററിലധികം ദൂരം കടലിലേക്ക് ഇറങ്ങി നടക്കുകയോ നീന്തുകയോ ഒക്കെ ചെയ്യാമായിരുന്നു. അരയ്ക്കൊപ്പം വെള്ളം മാത്രമേ ഈ ഭാഗത്തൊക്കെ ഉള്ളൂ. ക്രിസ്റ്റൽ ക്ലിയർ എന്നൊക്കെ പറയാൻ പറ്റുന്ന തരത്തിലുള്ള വെള്ളമുള്ള ഈ ബീച്ചിൽ ഇറങ്ങുക എന്നത് കേരളത്തിൽ നിന്നുള്ള നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു അത്ഭുതം തന്നെയായിരുന്നു. ഈ ബീച്ചിൻ്റെ നേരെ മുൻപിൽ അക്കരെ നമുക്ക് ഹാവ്ലോക്ക് ദ്വീപ് കാണാമായിരുന്നു. ഒരു ഭാഗത്ത് ബോട്ട് ജെട്ടിയും മറുഭാഗത്ത് വനങ്ങളും. അങ്ങനെ കുറേയേറെ സമയം ഞങ്ങൾ ഈ ബീച്ചിൽ ചെലവഴിച്ച് 4 മണിയോടുകൂടി ഞങ്ങൾ തിരികെ കയറി. റൂമിൽ വന്ന് ഡ്രസ്സ് മാറിയപ്പോഴേക്കും വണ്ടി വന്നിരുന്നു. അതിൽ കയറി ഞങ്ങൾ സൺസെറ്റ് കാണുന്നതിന് വേണ്ടി ലക്ഷ്മൺപൂർ ബീച്ച് 1 നീങ്ങി. 1960-കൾ വരെ ഒരു അൺഇൻഹാബിറ്റഡ് ഐലൻഡായിരുന്നു ഈ നീൽ ഐലൻഡ്. 1971 ബംഗ്ലാദേശ് യുദ്ധകാലത്തും അതിനു മുമ്പുമായി കിഴക്കൻ പാകിസ്ഥാനിൽ നിന്ന് പലായനം ചെയ്ത ഹിന്ദുമത വിശ്വാസികളായ ആളുകളാണ് ഇവിടേക്ക് കുടിയേറി പാർക്കുന്നത്. പിന്നീട് ഹാവ്ലോക്കിലേക്കും സമാനമായ കുടിയേറ്റമുണ്ടായി. ഇന്ന് ഏതാണ്ട് 3100 ആളുകളാണ് ഈ ദ്വീപിൽ താമസിക്കുന്നത്. ഇവരിൽ 99% ആളുകളും ബംഗാളി ഭാഷ സംസാരിക്കുന്നവരാണ്. വണ്ടി ഞങ്ങൾ പാർക്കിംഗ് ഏരിയയിൽ നിർത്തി നടന്ന് ബീച്ചിലേക്ക് പോയി. ഏതാണ്ട് 300 മീറ്റർ നടന്നു വേണം നമുക്ക് ഈ ബീച്ചിലേക്ക് എത്താൻ. ബീച്ചിൻ്റെ ചുറ്റും നിൽക്കുന്ന വലിയ മരങ്ങൾ ഒരു പ്രത്യേക ആകർഷണം തന്നെയായിരുന്നു. ഈ ലക്ഷ്മൺപൂർ ബീച്ച് 1 എന്ന് പറയുന്നത് നീൽ ഐലൻഡിൻ്റെ ഒരു അഗ്രഭാഗമാണ്. ഇവിടെ 3 സൈഡിലും കടലാണ്, പിറകിൽ മാത്രം കര. ഇവിടെ നിന്ന് സൂര്യാസ്തമയ കാഴ്ച മനോഹരമാണ്. അതിനാൽ ഇന്ന് ഈ ദ്വീപിലെത്തിയ എല്ലാ ആളുകളും ഈ ബീച്ചിൽ ഇപ്പോൾ ഉണ്ട്. അതിനാൽ തന്നെ നല്ല തിരക്കായിരുന്നു ഈ ബീച്ചിൽ. 5:15 സൂര്യൻ മറഞ്ഞു കഴിഞ്ഞിരുന്നു. ബീച്ചിലെ കാഴ്ചകൾ അവസാനിപ്പിച്ച് ലഘുഭക്ഷണം പാർക്കിങ്ങിനടുത്തുള്ള കടകളിൽ നിന്ന് കഴിച്ച് ഹോട്ടലിലേക്ക് മടങ്ങി. മെയ് 3 ആൻഡമാനിൽ ഞങ്ങളുടെ 4ാം ദിവസം. ഇന്ന് ഞങ്ങൾ 10:30 പോർട്ട് ബ്ലെയറിലേക്ക് ഷിപ്പിൽ യാത്ര ചെയ്യും. രാവിലെ 5:45 ഞാനും സുനിൽ മാഷും എഴുന്നേറ്റ് ഭരത്പൂർ ബീച്ചിലേക്ക് ഇറങ്ങി. കടകളൊന്നും തുറന്നിട്ടേയില്ല. ആരുമില്ലാത്ത ഒരു ബീച്ച്. ഓരത്തുകൂടി നടന്ന് കാഴ്ചകൾ കണ്ടു. ഇന്നലത്തെ ഭംഗിക്ക് ഒരു കുറവും ഇല്ലാത്ത ഒരു ബീച്ച്. ധാരാളം ജീവനുള്ള കക്കകളും ചിപ്പികളും ഒക്കെ തീരത്തുകൂടി നടക്കുന്നു. കരയിലേക്ക് കയറി വരികയും തിരിച്ചിറങ്ങി പോവുകയും ചെയ്യുന്ന ജീവികൾ. ഹെർമിറ്റ് ക്രാബ്സ്, കടലൊച്ചുകൾ എന്നിവയുടെ നടത്തം കൗതുകമുണർത്തുന്ന കാഴ്ചകളായിരുന്നു. കുറേയേറെ ഇത്തരം ജീവികളുടെ നടത്തം കണ്ട് ആസ്വദിച്ച് തീരത്തുകൂടി നടന്നു. ഒരു ചുവപ്പ് ഷെയ്ഡുള്ള ഹെർമിറ്റ് ക്രാബിൻ്റെ ഓടും വഹിച്ചുകൊണ്ടുള്ള യാത്ര കാണേണ്ട ഒരു കാഴ്ച തന്നെയായിരുന്നു. ഇവയുടെ മുകളിൽ ചവിട്ടാതെ തീരത്തുകൂടിയുള്ള നടത്തം ശരിക്കും ശ്രമകരമായൊരു കാര്യമായിരുന്നു. കാരണം അത്രയേറെ ജീവികൾ ഈ തീരത്തുകൂടി കയറുകയും തിരിച്ച് കടലിലേക്ക് ഇറങ്ങിപ്പോവുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ആരുമില്ലാത്തതിനാൽ തീരത്തുണ്ടായിരുന്ന തെരുവ് നായകൾ ഞങ്ങളുടെ ഒപ്പം കൂടിയിരുന്നു. കുറച്ചധികം നടന്ന് ക്ഷീണിച്ചപ്പോൾ ഞങ്ങൾ തിരിച്ചുള്ള നടത്തം ആരംഭിച്ചു. കോറൽ അവശേഷങ്ങൾ കൊണ്ട് നിറഞ്ഞ ആ ബീച്ചിലൂടെയുള്ള നടത്തം ഒരു പുതിയ അനുഭൂതി തന്നെയായിരുന്നു. ഈ തീരത്തെ മണൽ എന്ന് പറയുന്നത് പവിഴപ്പൂറ്റ് പൊടിയാണ്. അതൊരു പുതിയ ഒരു അറിവായിരുന്നു ഞങ്ങൾക്ക്. ഞങ്ങൾ തിരിച്ച് ഹോട്ടലിലേക്ക് എത്തി. 9 മണിക്ക് ചെക്കൗട്ട് നടത്തി വീണ്ടും എല്ലാവരും കൂടി ഭരത്പൂർ ബീച്ചിലേക്ക് ഇറങ്ങി. ഇപ്പോൾ ഇന്ന് രാവിലെയും കണ്ട മനോഹരമായ ബീച്ച് അവിടെ ഉണ്ടായിരുന്നില്ല. വെള്ളം കുറഞ്ഞ് അങ്ങിങ്ങായി ചെറിയ മണൽ തുരുത്തുകളുമായി കിടക്കുന്ന ഒരു സ്ഥലമായി അത് മാറി. അതിനുള്ള കാരണം വേലിയിറക്ക സമയം ആരംഭിച്ചിരിക്കുന്നു. 500 മീറ്ററോളം ദൂരം കര പോലെയായി കിടക്കുന്നു. അതിലൂടെ ഇറങ്ങി ഞങ്ങൾ നടന്നു.
ഇന്നലെ സ്വിമ്മിംഗ് പൂൾ പോലെ കിടന്ന സ്ഥലമാണ് ഇപ്പോൾ ഇങ്ങനെയായിരിക്കുന്നത്. ഇപ്പോഴത്തെ കാഴ്ച മറ്റൊരു തരം ഭംഗിയുള്ള കാഴ്ച തന്നെയാണ്. വെയിൽ അധികമായതിനാൽ ഞങ്ങൾ തിരിച്ച് കരയിലേക്ക് പോന്നു. അപ്പോഴേക്കും ഞങ്ങളുടെ വണ്ടി വന്നു. ഞങ്ങൾ ബോട്ട് ജെട്ടിയിലേക്ക് നീങ്ങി. ചെക്ക് ഇൻ ചെയ്ത് മരത്തണലിൽ കറ്റമരാൻ വരുന്നതിന് വേണ്ടി കാത്തിരുന്നു. ഇന്നും നൗട്ടിക എന്ന കപ്പലിൽ തന്നെയാണ് യാത്ര. ഇന്നലെ ഇങ്ങോട്ട് വന്ന അതേ കറ്റമരാൻ. 10:30 ഞങ്ങൾ കറ്റമരാനിൽ കയറി. 1.5 മണിക്കൂർ കൊണ്ട് ഞങ്ങൾ പോർട്ട് ബ്ലെയറിൽ എത്തി. ഞങ്ങൾ ഹാഡോ ജെട്ടിയിൽ എത്തിയപ്പോഴേക്കും ദ വേൾഡ് എന്ന ഒരു കൂറ്റൻ ആഡംബര കപ്പൽ വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പുറം കാഴ്ചകൾ കണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ഡ്രൈവർ മനാഫിൻ്റെ അടുത്തേക്ക് നടന്നു. ഭക്ഷണം കഴിച്ച് സണ്ണിവീൽ ഹോട്ടലിൽ വീണ്ടും ചെക്ക് ഇൻ ചെയ്തു. വിശ്രമശേഷം 3:45 ചിഡിയ ടാപ്പു എന്ന ബീച്ചിലേക്ക് ഞങ്ങൾ നീങ്ങി. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ പാശ്ചാത്യ കോളനിവൽക്കരണത്തിനുള്ള തുടക്കം കുറിച്ചത് ഡെൻമാർക്കാണ്. 1755 ഡിസംബർ 12 അവർ നിക്കോബാറിലെത്തുകയും കോളനി സ്ഥാപിക്കുകയും ചെയ്തു. അന്ന് അതിനിട്ട പേര് ന്യൂ ഡെൻമാർക്ക് എന്നായിരുന്നു. പിന്നീട് ഫ്രെഡറിക് ഐലൻഡ് എന്ന പേര് മാറ്റി നൽകി. മലേറിയ പടർന്നു പിടിച്ചതോടുകൂടി ഇവിടുത്തെ പ്രവർത്തനങ്ങൾ അവർ അവസാനിപ്പിച്ചു. പിന്നീട് 1778 ഓസ്ട്രിയ നിക്കോബാറിൽ ഒരു കോളനി ഉണ്ടാക്കാൻ ശ്രമിച്ചതോടെ ഡെൻമാർക്ക് അവരുടെ ഉടമസ്ഥാവകാശം പ്രഖ്യാപിച്ചു. 1789 ബ്രിട്ടീഷുകാർ ആൻഡമാൻ ദ്വീപുകളിൽ പോർട്ട് ബ്ലെയറിനടുത്ത് കോളനി സ്ഥാപിക്കുന്നത്. 1864 ഇറ്റലി ഡെൻമാർക്കിൽ നിന്ന് നിക്കോബാർ വാങ്ങാനൊരു ശ്രമം നടത്തിയെങ്കിലും 1868 നിക്കോബാർ ദ്വീപുകൾ ഡെൻമാർക്ക് ബ്രിട്ടീഷുകാർക്ക് വിറ്റു. പിന്നീട് 2ാം ലോകമഹായുദ്ധകാലത്ത് 1942 മാർച്ച് 23 ഈ ദ്വീപുകൾ ജപ്പാൻ കൈവശപ്പെടുത്തി. ഇതിൻ്റെ നിയന്ത്രണം സുഭാഷ് ചന്ദ്രബോസിൻ്റെ ആസാദ് ഹിന്ദിന് നൽകി. ദ്വീപുകൾക്ക് ഷഹീദ് ദ്വീപെന്നും സ്വരാജ് ദ്വീപെന്നും പേരുകൾ നൽകി. യഥാർത്ഥ നിയന്ത്രണം അപ്പോഴും ജപ്പാന്റെ കൈകളിലായിരുന്നതിനാൽ അക്കാലത്തുണ്ടായ അതിക്രമങ്ങൾക്ക് ഒരു കണക്കുമുണ്ടായിരുന്നില്ല. അതിൻ്റെ ഒരു തെളിവാണ് ഹോം ഫ്രൈഗഞ്ച് കൂട്ടക്കൊല. 1944 ജനുവരി 30 ജപ്പാൻ നടത്തിയ അതിക്രമങ്ങളിൽ 44 സാധാരണക്കാർ കൊല്ലപ്പെട്ടു. 1945 ഓഗസ്റ്റ് 15 ലഫ്റ്റനന്റ് കേണൽ നാഥു സിംഗിന്റെ നേതൃത്വത്തിലുള്ള രജപുത് റെജിമെന്റ് ഈ പ്രദേശം തിരിച്ചുപിടിച്ചു. ജപ്പാനീസ് വൈസ് അഡ്മിറൽ തീസോ ഹാരയും മേജർ ജനറൽ ടമേനോറി സാത്തോയും കീഴടങ്ങി. സ്വാതന്ത്ര്യശേഷം ഈ ദ്വീപുകൾ ബ്രിട്ടൻ്റേതായി നിലനിർത്താൻ ആഗ്രഹിച്ചുവെങ്കിലും പിന്നീട് അത് അവർ ഉപേക്ഷിക്കുകയും അത് ഇന്ത്യയുടെ ഭാഗമായി നൽകുകയും ചെയ്തു. അങ്ങനെ സ്വതന്ത്ര ഇന്ത്യയുടെ ഭാഗമായി ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ മാറി. ഗ്രേറ്റർ ആൻഡമാൻ ദ്വീപിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള ഒരു റോക്കി ബീച്ചാണ് ഈ ചിഡിയ ടാപ്പു എന്ന് പറയുന്നത്. പക്ഷി നിരീക്ഷകരുടെ സ്വർഗമാണ് ഇവിടം. ഇവിടുത്തെ വനത്തിൽ എല്ലാ കാലത്തും വിവിധ തരം പക്ഷികളെ കാണാം. ഞങ്ങൾ പക്ഷികളെയൊന്നും കണ്ടില്ലെങ്കിലും അത്ര മനോഹരമൊന്നുമല്ലാത്ത ഈ ബീച്ചിലിറങ്ങി കുറച്ച് ഫോട്ടോകൾ എടുക്കുകയും സൂര്യാസ്തമനം ആസ്വദിക്കുകയും ചെയ്തു. കടലിലേക്ക് ഇറങ്ങി നിൽക്കുന്ന കണ്ടൽ ചെടികൾക്കിടയിലൂടെ ഓറഞ്ച് നിറത്തിലുള്ള സൂര്യൻ്റെ പ്രതിബിംബം മനോഹരമായൊരു കാഴ്ചയായിരുന്നു. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ ഒരു പ്രധാന കാഴ്ച ഈ അസ്തമന സൂര്യൻ്റെ കാഴ്ചകളാണ്. 6:30 ഞങ്ങൾ തിരിച്ച് പോർട്ട് ബ്ലെയറിലെത്തി. മെയ് 4 ആൻഡമാനിലെ ഞങ്ങളുടെ 5ാം ദിവസം. ഇന്ന് ഞങ്ങൾ വടക്കോട്ട് ഗ്രേറ്റ് ആൻഡമാൻ ട്രങ്ക് റോഡിലൂടെ യാത്ര ചെയ്ത് ബാരട്ടാങ്ങിലേക്ക് പോകും. രാവിലെ 3:45 ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി. ഞങ്ങളുടെ ഹോം സ്റ്റേയുടെ ഉടമസ്ഥ ഞങ്ങൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി പാക്ക് ചെയ്ത് തന്നാണ് യാത്രയാക്കിയത്. 4:45 ഞങ്ങൾ ജിർക്കാട്ടാങ് ചെക്ക് പോസ്റ്റിലെത്തി. ഈ ചെക്ക് പോസ്റ്റിൽ നിന്ന് മുന്നോട്ടുള്ള വനമേഖല ജറവ ഗോത്രവർഗക്കാർ താമസിക്കുന്ന പ്രദേശമാണ്. അതിനാൽ കർശന നിയന്ത്രണങ്ങളോടുകൂടിയാണ് മുന്നോട്ടുള്ള യാത്ര. 6 മണിക്ക് ഇവിടെ നിന്ന് ആദ്യത്തെ കോൺവോയ് ആയി വണ്ടികൾ കടത്തിവിടും. അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഇത്ര നേരത്തെ എത്തിയത്. ഈ വനമേഖലയിൽ ഫോട്ടോഗ്രാഫി നിരോധിത മേഖലയാണ്. ഇവിടെ ജറവ ഗോത്രവിഭാഗക്കാർ 400ഓളം ആളുകളെയുള്ളൂ. പുറം ലോകവുമായി അധികം ബന്ധങ്ങൾക്ക് താല്പര്യമില്ലാത്ത ഒറ്റപ്പെട്ട ഒരു വിഭാഗക്കാരാണ് അവർ. അതിനാലാണ് ഇത്തരം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്.
വനത്തിലൂടെയുള്ള ഈ റോഡ് വീതി കുറവാണെങ്കിലും മികച്ച നിലയിലാണ് ഉള്ളത്. യാത്രക്കിടയിൽ ഒരു പോലീസ് ലോറിയുടെ പിന്നിൽ കുറച്ച് ജറവ ഗോത്രക്കാർ യാത്ര ചെയ്യുന്നത് കണ്ടു. ഇന്ന് ഈ ഗോത്രവിഭാഗങ്ങൾക്ക് അസുഖങ്ങളുണ്ടായാൽ അവർ സഹായത്തിനായി റോഡിൽ കയറി നിൽക്കും. ഇതുപോലുള്ള വാഹനത്തിൽ ആശുപത്രിയിലെത്തിച്ച് ചികിത്സ നൽകി തിരികെ കൊണ്ടുപോയി വിടും. അത്തരം ഒരു യാത്രയാണ് അതെന്ന് ഞങ്ങൾക്ക് തോന്നി. 2015 ഇവിടെ എത്തിയപ്പോൾ ഞങ്ങൾ ടൗണിൽ നിന്ന് ഒരു ജറവ ഗോത്ര വിഭാഗക്കാരനെ കണ്ടിരുന്നു. അദ്ദേഹം ഇത്തരത്തിൽ ഹോസ്പിറ്റലിലെത്തി അവിടെ നിന്ന് പുറത്തിറങ്ങി നടക്കുന്ന ആളായിരുന്നു. 7:45 ഞങ്ങൾ മിഡിൽ സ്ട്രേറ്റ് ജെട്ടിയിലെത്തി. അക്കരെയാണ് ബാരട്ടാങ്. ഇവിടെ പാലം നിർമ്മിച്ചിട്ടില്ല. പാലത്തിൻ്റെ നിർമ്മാണം നടക്കുന്നുണ്ട്. ഈ പാലത്തിൻ്റെ നിർമ്മാണം തുടങ്ങിയിട്ട് 5 വർഷത്തോളമായി എന്നാണ് പറഞ്ഞത്. ഇവിടെ നിന്ന് ജങ്കാറിലാണ് വാഹനങ്ങളും ആളുകളും ബാരട്ടാങ്ങിലേക്ക് എത്തുക. ഞങ്ങൾ ജങ്കാറിൽ കയറിയപ്പോൾ ഒരു ജറവ കുടുംബം തോണിയിൽ പോകുന്നുണ്ടായിരുന്നു. ഡിഗ്ലിപൂർ വരെയുള്ള ഗ്രേറ്റ് ആൻഡമാൻ ട്രങ്ക് റോഡിൽ ഇവിടെ മാത്രമേ പാലം നിർമ്മിക്കാനുള്ളൂ. ബാക്കി എല്ലാ ദ്വീപുകൾക്കിടയിലും പാലങ്ങൾ ഇപ്പോൾ ആയിട്ടുണ്ട്. 8:25 ഞങ്ങൾ ബാരട്ടാങ്ങിൽ ഇറങ്ങി. ഇവിടെ നിന്നും 2 സ്ഥലങ്ങളാണ് കാണാനുള്ളത്. ഒന്ന് ഒരു ലൈംസ്റ്റോൺ കേവും മറ്റൊന്ന് ഒരു മഡ് വോൾക്കാനോയുമാണ്. ആദ്യം ഞങ്ങൾ ഗുഹ കാണുന്നതിന് വേണ്ടി യാത്ര തിരിച്ചു. ഒരു ബോട്ടിൽ കണ്ടൽ ചെടികളോട് ചേർന്നായിരുന്നു യാത്ര. ഒരു മത്സരത്തിലെന്നോണം അതിവേഗതയിലായിരുന്നു ഞങ്ങളുടെ യാത്ര. പലപ്പോഴും മരക്കമ്പുകൾ ഞങ്ങളെ തട്ടും എന്ന നിലയിലായിരുന്നു പോക്ക്. സൈഡ് ചേർന്ന് പോകുമ്പോൾ മുന്നിൽ പോയ ബോട്ടുകളുടെ ഓളം ഈ ബോട്ടിനെ ബാധിക്കില്ല എന്നതിനാലാണ് അങ്ങനെയൊരു റൂട്ട് തിരഞ്ഞെടുത്തത്. ഈ ബാരട്ടാങ്ങിൽ നിന്ന് വടക്കോട്ടുള്ള പ്രദേശം ഗ്രേറ്റ് ആൻഡമാനീസ് എന്ന ഗോത്രവർഗക്കാരുടേതായിരുന്നു. എന്നാൽ ഇന്ന് സ്ട്രേറ്റ് ഐലൻഡിലുള്ള 52 ആളുകൾ മാത്രമേ ഈ ഗോത്രവിഭാഗക്കാരായി അവശേഷിക്കുന്നുള്ളൂ. അതിനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം കുടിയേറ്റവും മറ്റ് വിഭാഗങ്ങളുമായിട്ടുള്ള മിക്സിങ്ങുമാണ്. ഈ ബോട്ട് യാത്രയുടെ അവസാനത്തെ ഒരു 200 മീറ്റർ ദൂരം കണ്ടൽ കാടിനുള്ളിലൂടെയാണ്. 8:45 ഞങ്ങൾ ഈ മാൻഗ്രൂവ് ഫോറസ്റ്റിൽ ബോട്ട് നിർത്തി ഇറങ്ങി. മരപ്പാലത്തിലൂടെ നടന്ന് മുന്നോട്ട് നീങ്ങി. ഒറ്റയടി പാതയാണ് ഇത്. ബോട്ടിൽ സഹായിയായി ഉണ്ടായിരുന്ന ഒരാൾ ഗൈഡായി ഞങ്ങളോടൊപ്പമുണ്ട്. ഏതാണ്ട് 1.5 കിലോമീറ്റർ നടന്ന് കുറച്ച് കടകളുള്ള ഒരു സ്ഥലത്ത് നിന്ന് നാരങ്ങാവെള്ളം കുടിച്ച് ലൈംസ്റ്റോൺ കേവിലേക്ക് നടന്നു. ഇരു സൈഡിലും മതിലുപോലെയുള്ള ചുണ്ണാമ്പ് കല്ലുകൾ നിൽക്കുന്നു. ആ പാതയിലൂടെ നടന്ന് ഞങ്ങൾ ഗുഹയിലെത്തി. നല്ല തിരക്കായിരുന്നു. ഒരു 50 മീറ്റർ ദൂരം കഷ്ടിച്ച് നടക്കാം. ബാക്കിയുള്ള ഭാഗം അടച്ചിരിക്കുന്നു. പല വിധത്തിലുള്ള ലൈംസ്റ്റോൺ ഫോർമേഷൻസ് ഗൈഡ് ഞങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ടായിരുന്നു. തീരെ വീതി കുറഞ്ഞ ഈ ഗുഹയിൽ കാലുകുത്താൻ ഇടമില്ലാത്ത ഒരവസ്ഥയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ വേഗം തന്നെ പുറത്തിറങ്ങി. ഗൈഡായി കൂടെ ഉണ്ടായിരുന്നവന് മറ്റെന്തോ തിരക്കുള്ളതുപോലെ ധൃതി കൂട്ടുന്നുണ്ടായിരുന്നു. പുറത്തൊരു മരച്ചോട്ടിലെ ഫോട്ടോ പോയിന്റിൽ നിന്ന് ഫോട്ടോകളെടുത്ത് തിരിച്ചുള്ള നടത്തം ആരംഭിച്ചു. ബോട്ട് ഇറക്കിയ ഭാഗത്ത് കണ്ടൽ കാടിനുള്ളിൽ നിർമ്മിച്ച മരപ്പാലത്തിലൂടെ ഫോട്ടോകളെടുത്ത് കാഴ്ചകൾ കണ്ട് നടക്കുന്നത് ഒരു രസമുള്ള കാര്യമായിരുന്നു. ഈ പാലം അവസാനിക്കുന്നത് തിരിച്ചുള്ള യാത്രയ്ക്കായി ഒരുക്കിയിരിക്കുന്ന ഒരു ബോട്ട് ജെട്ടിയിലാണ്. അവിടെ ഞങ്ങളുടെ ബോട്ട് ഞങ്ങളെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. 10:15 ഞങ്ങൾ തിരിച്ച് ബാരട്ടാങ്ങിലെത്തി. അപ്പോഴേക്കും ഞങ്ങളുടെ ഡ്രൈവർ ഒരു സുമോ വണ്ടി മഡ് വോൾക്കാനോയിലേക്ക് പോകുന്നതിന് വേണ്ടി തയ്യാറാക്കി നിർത്തിയിരുന്നു. പോകും വഴി ATMിൽ കയറി പൈസ എടുത്തു. കാരണം രാവിലെ പെർമിറ്റിനുള്ള പണം ഞങ്ങളുടെ ഡ്രൈവറാണ് കൊടുത്തിരുന്നത്. ചെറിയ ഗ്രാമങ്ങൾ പിന്നിട്ട് തീരെ ആൾതാമസമില്ലാത്ത ഗ്രാമങ്ങളിലൂടെയായി പിന്നെയുള്ള യാത്ര. അങ്ങനെ 7.5 കിലോമീറ്റർ അകലെയുള്ള മഡ് വോൾക്കാനോയിൽ 10:45 ഞങ്ങൾ എത്തി. കുറച്ചു ദൂരം കൂടി നടന്നു കയറാനുണ്ടായിരുന്നു. നടന്ന് പൊരിവെയിലിൽ മുകളിലെത്തി. ചെറിയ കുമളകൾ വല്ലപ്പോഴും വരുന്ന ചെറിയ ഒരു ചെളിപ്രദേശം. ഇങ്ങനെ ചെളി പുറത്തേക്ക് തള്ളുന്ന ഭാഗം നിലത്ത് നിന്ന് ഉയർന്നു നിൽക്കുന്നു. ശരിക്കും നിരാശ തോന്നിയ ഒരു യാത്രയായി പോയി അത്. വോൾക്കാനോ എന്ന് കേൾക്കുമ്പോഴുള്ള രസം അത് കാണുമ്പോൾ ഉണ്ടായിരുന്നില്ല. 11:15 തിരികെ ഞങ്ങൾ ബാരട്ടാങ് ജെട്ടിയിലെത്തി. ഭക്ഷണം കഴിച്ച് തിരിച്ചുള്ള യാത്രയ്ക്ക് തയ്യാറെടുത്തു. ഇങ്ങോട്ട് വന്നതുപോലെ തന്നെ ജങ്കാറിൽ തിരിച്ചുള്ള യാത്ര ആരംഭിച്ചു. അക്കരെ നിന്ന് തിരിച്ചുള്ള അടുത്ത കോൺവോയ് 12:30 വിടുക. അക്കരെ എത്തിയപ്പോൾ ഈ വലിയ പാർക്കിങ്ങിലോട്ട് മുഴുവൻ വണ്ടികൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. 12:30 ഞങ്ങൾ തിരിച്ചുള്ള യാത്ര ആരംഭിച്ചു. ക്ഷീണം കൊണ്ട് ഒരു ചെറിയ മയക്കത്തിൽ തിരിച്ചുള്ള യാത്ര പൂർത്തിയാക്കി
3:15 ഹോട്ടലിലെത്തി വിശ്രമിച്ചു. അന്ന് ഇനി മറ്റു കാഴ്ചകൾക്കൊന്നും ഞങ്ങൾ നിന്നില്ല. മെയ് 5 ആൻഡമാനിലെ ഞങ്ങളുടെ 6ാം ദിവസം. ഇന്ന് ഞങ്ങൾ നോർത്ത് ബേയിൽ പോയി അണ്ടർ വാട്ടർ ആക്ടിവിറ്റീസ് ചെയ്യണം. സീവാക്കാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. 8:45 ഞങ്ങളുടെ ഡ്രൈവർ മനാഫ് സാർ എത്തിയിരുന്നു. 10 മിനിറ്റ് കൊണ്ട് അബർദീൻ ജെട്ടിക്കടുത്തുള്ള മറീന പാർക്കിലെത്തി. ഒരു ഏജൻസിക്കാരനോട് സംസാരിച്ചത് പ്രകാരം 3200 രൂപയ്ക്ക് സീവാക്കും 2000 രൂപയ്ക്ക് സബ്മറൈൻ റൈഡ് ബുക്ക് ചെയ്തു. ശരിക്ക് 3500-ഉം 2500-ഉം ആണത്രേ നിരക്ക്. എന്തായാലും അവരുടെ വാക്ക് കേട്ട് 10:30 വരെ മറീന പാർക്കിൽ കാത്തു നിന്നു. അവസാനം അവർ ബോട്ടുമായി വന്നു. നേരെ റോസ് ഐലൻഡിലേക്ക് നീങ്ങി. ഇത് ഈ ദ്വീപിൻ്റെ പഴയ പേരാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ മറൈൻ സർവേയർ ആയിരുന്ന ക്യാപ്റ്റൻ ഡാനിയൽ റോസിൻ്റെ പേരിലാണ് ഈ ഐലൻഡ് റോസ് ഐലൻഡായി മാറിയത്. 1858 മുതൽ 1942 ജപ്പാൻ കീഴടക്കുന്നതുവരെ ആൻഡമാനിലെ ബ്രിട്ടീഷ് ഭരണകേന്ദ്രമായിരുന്നു ഈ ദ്വീപ്. പിന്നീട് ജപ്പാന്റെ കീഴിലും 3 വർഷം ഭരണകേന്ദ്രമായിരുന്നു ഇത്. സുഭാഷ് ചന്ദ്രബോസ് 1943 ഒരു ദിവസം ഇവിടെ താമസിക്കുകയും ത്രിവർണ പതാക ഉയർത്തുകയും ചെയ്തു. 1945 ബ്രിട്ടൻ ഇത് തിരിച്ചു പിടിച്ചെങ്കിലും ഈ ദ്വീപ് ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. ഇന്ന് ഇവിടെ കുറേയേറെ ബ്രിട്ടീഷ് നിർമ്മാണങ്ങളുടെ അവശിഷ്ടങ്ങളും ജപ്പാന്റെ അധിനിവേശത്തിന് ബാക്കിയായ ബങ്കറുകളും വലിയ ഒരു തെങ്ങിൻ തോപ്പും അതിൽ കുറേ മാനുകളും ഒക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. 11:45 വരെ ഇവിടുത്തെ കാഴ്ചകൾ കണ്ട് ഞങ്ങൾ നടന്നു. ഇന്ന് ഈ ദ്വീപിൻ്റെ പേര് സുഭാഷ് ചന്ദ്രബോസ് ദ്വീപ് എന്നാണ്. 2018 ആൻഡമാൻ ദ്വീപ് സമൂഹത്തിലെ കുറേയേറെ ദ്വീപുകളുടെ പേര് മാറ്റിയത്. അതിൽ ഈ ദ്വീപും ഉൾപ്പെടും. 11:45 ഞങ്ങൾ നോർത്ത് ബേ ഐലൻഡിലേക്ക് യാത്ര തിരിച്ചെങ്കിലും ബോട്ടിലെ 2 പേരെ ഡ്രോപ്പ് ചെയ്യുന്നതിനായി തിരിച്ച് അബർദീൻ ജെട്ടിയിലേക്ക് പോയി. പിന്നെ നേരെ നോർത്ത് ബേയിലേക്ക് തിരിച്ചു. നോർത്ത് ബേയുടെ തീരം നിറയെ പവിഴപ്പുറ്റുകളാണ്. അതിനാൽ പോർട്ട് ബ്ലെയറിനടുത്തുള്ള ഏറ്റവും നല്ല അണ്ടർ വാട്ടർ ആക്ടിവിറ്റികൾക്ക് പറ്റിയ സ്ഥലമാണ് ഇത്. 2015 ഞങ്ങൾ സ്കൂബ ഡൈവ് ഇവിടെ നടത്തിയിരുന്നു. ഗ്ലാസ് ബോട്ടം ബോട്ട് റൈഡ്, സബ്മറൈൻ ഡ്രൈവ്, സ്നോർക്കലിംഗ്, സീവാക്ക് എന്നിങ്ങനെ കുറേയേറെ ആക്ടിവിറ്റീസ് ഇവിടെ നമുക്ക് നടത്താം. കുട്ടികൾക്കും പറ്റും എന്നതിനാൽ സീവാക്ക് നടത്താനാണ് ഞങ്ങൾ തീരുമാനിച്ചത്. സുനിൽ സാറും കുടുംബവും സബ്മറൈൻ റൈഡ് നടത്താനും തീരുമാനിച്ചിരുന്നു. 12:15 ഞങ്ങൾ നോർത്ത് ബേയിലെത്തി. സുനിൽ സാറും കുടുംബവും അന്തർവാഹിനിയിൽ കയറി യാത്ര തിരിച്ചു. ഞങ്ങളൊരു ബോട്ടിൽ സീവാക്ക് നടക്കുന്ന സ്ഥലത്തേക്ക് തിരിച്ചു. തീരത്തിനടുത്ത് നിർത്തിയിട്ട ഒരു ബോട്ടിൽ നിന്നും തലയിൽ ഒരു ഗ്ലാസ് ഹെൽമറ്റ് വെച്ച് താഴേക്ക് ഇറങ്ങണം. ഹെൽമറ്റിലേക്ക് മുകളിൽ നിന്ന് ഓക്സിജൻ പമ്പ് ചെയ്തു തരും. താഴെ ഇറങ്ങി നമുക്ക് നടക്കാം. ഏതാണ്ട് 20 മിനിറ്റ് സമയം ഇങ്ങനെ വെള്ളത്തിൽ കഴിയാം. മരിയയ്ക്ക് ചെവിവേദന കാരണം ഇറങ്ങാൻ കഴിഞ്ഞില്ല. ശരിക്കും ഇവിടെ 15 വയസ്സിന് മുകളിലുള്ളവർക്ക് ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് ചെയ്യാൻ കഴിയുമത്രേ. താഴേക്കിറങ്ങിയാൽ ശരിക്കും ഒരു പുതിയ ലോകമാണ്. നിറയെ പല നിറത്തിലുള്ള മീനുകൾ, പവിഴപ്പുറ്റുകൾ എന്നിങ്ങനെ ശരിക്കും നമ്മൾ ഒരു അക്വേറിയത്തിൽ ഇറങ്ങിയതുപോലെ തോന്നുമായിരുന്നു. അവിശ്വസനീയമായ ഒരു കാഴ്ച തന്നെയായിരുന്നു അത്. പക്ഷേ അവർ എടുത്തു തന്ന ഫോട്ടോകളൊന്നും ഒട്ടും മികച്ചതായിരുന്നില്ല. തിരിച്ച് ഞങ്ങൾ നോർത്ത് ബേയിൽ വന്ന് മരിയയ്ക്കായി ഒരു സ്നോർക്കലിങ്ങിന് പോയി. അതും വളരെ മനോഹരമായ കാഴ്ചകൾ തന്നെയാണ് സമ്മാനിച്ചത്. ധാരാളം മീനുകളും പവിഴപ്പുറ്റുകളും മറ്റ് കടൽ ജീവികളുമൊക്കെ കാണാമായിരുന്നു. ഇത് ഏതാണ്ട് 30 മിനിറ്റോളം നമുക്ക് കാഴ്ചകൾ കാണാൻ കഴിയുമായിരുന്നു. തന്നെയുമല്ല, കുറച്ചധികം ദൂരത്തേക്ക് യാത്ര ചെയ്യുന്നതിനാൽ കൂടുതൽ കാഴ്ചകൾ നമുക്ക് ലഭ്യമായിരുന്നു. ചെവി മുങ്ങാത്തതിനാൽ ഗൈഡിൻ്റെ വിവരണങ്ങൾ കേട്ട് മനസ്സിലാക്കാനും കഴിയും. ഇതിനാവട്ടെ വെറും 800 രൂപ മാത്രമേ ഉള്ളൂ. അങ്ങനെ ആ മനോഹര കാഴ്ചകളൊക്കെ കണ്ട് തിരികെ 3:10 അബർദീൻ ജെട്ടിയിലെത്തി. ഉച്ചഭക്ഷണം കഴിച്ച് 4:40 ഞങ്ങൾ ഹോട്ടലിലെത്തി വിശ്രമിച്ചു. മെയ് 6 ഞങ്ങൾ ആൻഡമാനിൽ നിന്ന് തിരിച്ചു പോരുന്ന ദിവസം. രാവിലെ 8 മണിക്ക് മനാഫ് സാർ എത്തിയിരുന്നു. നേരെ ഞങ്ങൾ എയർപോർട്ടിലേക്ക് പോയി. ചെക്ക് ഇൻ ചെയ്ത് 10:10 സ്പൈസ് ജെറ്റിൽ ചെന്നൈയിലേക്ക് യാത്ര തിരിച്ചു. 12:15 ചെന്നൈ എയർപോർട്ടിൽ നിന്ന് മെട്രോയിൽ ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് യാത്ര തിരിച്ചു. ഉച്ചഭക്ഷണം കഴിച്ച് 4:10 മംഗലാപുരം എക്സ്പ്രസ്സിൽ പാലക്കാട്ടേക്കും യാത്ര തിരിച്ചു. രാത്രി 3:30 ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് എത്തി.
അങ്ങനെ അതിമനോഹരമായ ഒരു യാത്ര അവസാനിച്ചു.